എനിക്ക് നിങ്ങളെക്കാളൊക്കെ കൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത് എനിക്കൊരു നാഷണൽ ടെലിവിഷന്റെ ബാനർ ഉണ്ടായി. You're telling us. Of course, you guys are from Two Asianet products. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. എനിക്ക് സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ ഒരു അവാർഡാണിത്. കനീഷിനെ ആണെങ്കിലും അനുമോളാണെങ്കിലും ഇവരുടെയൊക്കെ ഓഡിഷനും ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഞാൻ ഡേ ടു ഡേ ലൈഫിൽ ഇവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നു. ഞാൻ വീക്കെൻഡ് പോകാറുണ്ട് ബിക്കോസ് ലാലേട്ടനെയും കൂടെ ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. ആയതിനു ശേഷം ഇവിടെ നിൽക്കാൻ തന്നെ ടെൻഷൻ ആവുന്നു. കാരണം 11:30 എന്റെ കൊച്ചിനായിട്ടായിട്ട് ഞാൻ 5 വരയ്ക്ക് ഇവിടേക്ക് എത്തിയ ആളാണ്. ചേച്ചിക്ക് ഭർത്താവ്, കുഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? കുട്ടി, പട്ടി, ചട്ടി. പട്ടിയുണ്ട്, സോറി തെറ്റിപ്പോയി. കുട്ടി, ചട്ടി അതൊന്നുമില്ല. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. Turner best comedy actor female. Again എനിക്ക് വളരെ ഫേവറേറ്റ് ആയ ഒരാളാണ്. ഐ തിങ്ക് ബിഗ് ബോസ് എന്നൊരു റിയാലിറ്റി ടെലിവിഷനിലൂടെയാണ് ഈ ഒരു കലാകാരിയുടെ ഒരു കോമിക് ടൈമിങ്ങും ടാലൻറ്റും നമ്മൾ കണ്ടത്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഷീ ഈസ് ഡൂയിങ് റിയലി റിയലി വെൽ. ഫോർ ദ മൂവി പെണ്ണ് കേസ്, ശ്രീരേഖ ജി. കൺഗ്രാറ്റുലേഷൻ ശ്രീരേഖ. പെണ്ണ് കേസ് എന്ന സിനിമയിലെ അഭിനയത്തിനുള്ള അവാർഡാണ്. ശ്രീരേഖയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു കാറ്റഗറിയിലെ വിന്നർ ആയിരിക്കുന്നത്. ചേച്ചി പ്ലീസ് ഡു ദി ഓണർ. ഒരു മെമെന്റോ ഒന്ന് കൊടുക്കാം, നല്ലൊരു കൈയ്യടി നൽകാം. ശ്രീരേഖയാണ് സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടിയാണ്. ഞങ്ങളുടെ ഡയറക്ടർ ടേണർ നൽകുന്ന ഗിഫ്റ്റ് ചേച്ചി നൽകുന്നു. ഇനി സർട്ടിഫിക്കറ്റ് നൽകുന്നു. രഞ്ജൻ ചേച്ചി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ശ്രീരേഖ ചേച്ചി എന്താണ് പറയാനുള്ളത് ഈ ഒരു മൊമെന്റില്? താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. താങ്ക് യു സോ മച്ച് അപ്പൂസിന്, പിന്നെ എല്ലാവർക്കും, മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ എല്ലാവർക്കും. പെണ്ണ് കേസ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ ഒരു സട്ടിലായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് ഇങ്ങനൊരു അവാർഡിന് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, അറിയാം. ഞാനിതിപ്പോൾ എന്താ പറയുക, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് കാണുന്ന, അത്രയധികം സമയം കൂടുതൽ ചെലവഴിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ ആളുകളുടെ മുമ്പിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശശി. അപ്പോൾ ഇനി ഇതുപോലെ നല്ല മൂവീസിന്റെ ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആശംസിക്കുകയാണ്. ഇനി താങ്ക് യു ശ്രീരേഖ ചേച്ചീനെ വീണ്ടും സീറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. രഞ്ജിനി ചേച്ചി ഒരു അവാർഡും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് അനൗൺസ് ചെയ്യണം. ക്യാൻ വി ജസ്റ്റ് The next category is Dazzler Turner Critics' Choice Best Anchor Digital Media. I think it's somebody who's definitely made a wave in the recent times. നമ്മൾ എല്ലാവരും ഇവരുടെ വർക്ക് കാണുന്നുണ്ട്. We appreciate it. She's fantastic. Anjana Nambyar, congratulations. അഞ്ജനയാണ് ഞങ്ങളുടെ ബിഗ് ബോസിന്റെ ലൈൻ കട്ട് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്ന അഞ്ജനയാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ ഒരു അവാർഡ് നൽകുന്നത്, ഞങ്ങളുടെ മെമെന്റോ നൽകുന്നത് രഞ്ജിത് ചേച്ചിയാണ്. ഓക്കെ, ഇനി അടുത്ത് കൊടുക്കുന്നു. അഞ്ജന, ലൈൻ കട്ടിനെ പറ്റി, കാരണം ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്നത് അഞ്ജനയുടെ ചോദ്യങ്ങളാണ്. സോ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച ഒരാൾ കൂടിയാണ്. സോ എന്താണ് പറയാനുള്ളത്? ബിഫോർ ദാറ്റ്, ഇപ്പം നേരത്തെ ഞാൻ പറയാൻ വിചാരിച്ച പകുതി കാര്യം റോണ പറഞ്ഞിട്ട് പോയി. ബിക്കോസ് ഞാനൊക്കെ ആങ്കറിങ് എന്താണ് എന്ന് കണ്ടു തുടങ്ങിയത് രഞ്ജിനി ചേച്ചി. അതല്ല, അത് ഒരു കാര്യം കൂടി പറയണം. ഇപ്പം നമ്മളെല്ലാരും ഇത്രയും, ഞാൻ ഉൾപ്പെടെ ഇത്രയും വെൽ പെയ്ഡ് ആകുന്നതിന്റെ റീസൺ തീർച്ചയായിട്ടും. ആൻഡ് ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഇത്രയും ഗ്ലാമർ, നല്ല ഡ്രസ്സ്, നല്ല രീതി, നല്ല ആക്സെന്റ്, ദ വേ ഷീ ടോക്ക്, ദ വേ ഷീ ക്യാരി ഹെർസെൽഫ്, ദ വേ ഷീ എക്സ്പ്രസ്. ആദ്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഫുൾ, അന്ന് ഇത്രയും ഡിജിറ്റൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഫുൾ ട്രോളാണ്. രഞ്ജന ചേച്ചി വന്നിട്ട് ചേട്ടാ എന്ന് വിളിച്ചാൽ അത് ട്രോള്. പണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം, എത്രാമത്തെ റൗണ്ട് വരെ എത്തിയാൽ രഞ്ജിനി കെട്ടിപ്പിടിക്കും.
അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് ഇത്രയും ട്രോൾ ആയില്ല. പക്ഷേ നമ്മൾ ഈ പണി പഠിച്ചത് ചേച്ചിയുടെ അടുത്ത് നിന്നാണ്. ആൻഡ് ഇത്രയും അതുകൊണ്ടാണ് ഇപ്പൊ ടിൻചേട്ടൻ പറഞ്ഞു നമ്മളൊക്കെ ബെൻസിലേക്കൊക്കെ എത്തുന്നെങ്കിലും ചേച്ചിക്ക് അതിലൊരു പങ്കുണ്ട്. കാരണം ചേച്ചി ആ മൈൽ സ്റ്റോൺ ഇത്തിരി കൂട്ടി വെച്ചുകൊണ്ടാണ്, ബെഞ്ച് മാർക്ക് കൂട്ടിയോണ്ടാണ് ഞങ്ങളൊക്കെ അതിലൂടെ ജീവിച്ചു പോകുന്നത്. സത്യം. അതുപോലെ തന്നെ ലൈൻ കട്ടിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ആദ്യം പറയേണ്ടത് എനിക്ക് സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ ഒരു അവാർഡാണിത്. ആസ് യു ബോത്ത് സെഡ്, ഞാൻ ഓൾമോസ്റ്റ് ഒരു 1000+ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ഈ അവാർഡ് അനൗൺസ് ചെയ്യാന്നല്ലാതെ അവാർഡ് ആരും തരാറില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത് സത്യമാണ്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ഒരു അവാർഡ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തന്ന ഈ ഒരു അവാർഡാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് അവാർഡ് ആൻഡ് ദിസ് ഇസ് സോ സ്പെഷ്യൽ ടു മീ. ആൻഡ് ലൈൻ കട്ട് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തൊരു ഷോ അല്ല. മേ ബി നെക്സ്റ്റ് ഇയർ അത് പ്ലാൻ ചെയ്യുന്ന ഒരു ഷോ ആയിരിക്കും. പക്ഷേ ഇത് വളരെ യാദൃശികമായ ഒരു ദിവസം ആദ്യത്തെ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ എന്നാൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഷോ ചെയ്തുകൂടാ? കാരണം നമ്മുടെ കണ്ടസ്റ്റൻസ്, നമുക്ക് എക്സ്ക്ലൂസിവിറ്റി, ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. ഇവർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പുറകെ ആയിരിക്കും. സോ നമുക്ക് അവിടുന്ന് തന്നെ ഇവർക്ക് എന്താണ് പറയാന്നുള്ളതെന്ന് ചോദിച്ചു. ആദ്യം മുൻഷി രഞ്ജിത്ത് ഔട്ടായി. അന്ന് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കിതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഡെക്കോറോ ഒന്നുമില്ല. ഇറ്റ് വാസ് ലൈക്ക് പുള്ളിയുടെ കാരവാനിൽ കയറി 4 ചോദ്യം, ദാറ്റ്സ് ഇറ്റ്. ഈ പേര് ലൈൻ കട്ട് എന്നുള്ള പേരും ഇല്ല. രണ്ടാമത്തെ എവിക്ഷൻ, മൂന്നാമത്തെ എവിക്ഷൻ ആയപ്പോൾ നമുക്ക് പേര് വന്നു. നാലാമത്തെ എവിക്ഷൻ ആയപ്പോൾ മൊണ്ടാഷ് വന്നു. അത് കഴിഞ്ഞ് ബാക്ക്ഡ്രോപ്പ് വന്നു. അങ്ങനെയാണ് ഇവൻച്വലി ഒരു 5-6 എവിക്ഷൻ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെ ഒരു ഷോ ആക്കി ചെയ്തത്. എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ്സ് എവിക്ട് ചെയ്തതോടുകൂടിയാണ് കുറച്ചും കൂടി പോപ്പുലർ ആയത്. മേ ബി നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ബിക്കോസ് എനിക്കും അത് തന്നെയായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഓഡിഷൻ മുതൽ ഇവരുടെ കൂടെ ഈ ഒരു ജേർണിയുടെ ഭാഗമായി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഇവരെ കുറച്ചും കൂടെ നന്നായിട്ട് അറിയായിരുന്നു. കാരണം അനീഷിനെ ആണെങ്കിലും അനുമോളാണെങ്കിലും ഇവരുടെയൊക്കെ ഓഡിഷനും ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. സോ എനിക്കിവരെ കുറച്ചും കൂടി പേഴ്സണലി അറിയായിരുന്നു. ഞാൻ ഡേ ടു ഡേ ലൈഫിൽ ഇവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നു. ഞാൻ വീക്കെൻഡ് പോകാറുണ്ട്. ബിക്കോസ് ലാലേട്ടനെയും കൂടെ ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. സോ എന്തൊക്കെ സംഭവിക്കുന്നു, ഇവർ എവിക്ഷന് മുമ്പ് എങ്ങനെ, അപ്പം ഞാൻ ആ സ്ക്രീനിൽ ഇങ്ങനെ 24/7 നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ ഇവരെന്ത് ചെയ്തു. അപ്പം നിങ്ങൾ എഡിറ്റഡ് വേർഷനിൽ കാണാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ മേ ബി കണ്ടൊരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടി. അതുകൊണ്ടായിരിക്കും ലൈൻ കട്ട് ഇത്രയും പോപ്പുലർ ആയതും ഈ പ്രാവശ്യം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നെ വിളിച്ച് ഈ ഒരു അവാർഡ് തരാൻ വേണ്ടി ഉള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ താങ്ക് ഏഷ്യനെറ്റ്, Hotstar, and of course the digital team of Asianet and digital head Rajesh, Deepak, and our business head Kishan. എനിക്ക് നിങ്ങളെക്കാളൊക്കെ കൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത്, എനിക്കൊരു നാഷണൽ ടെലിവിഷൻ്റെ ബാനർ ഉണ്ടായി. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഒന്നിൻ്റെ കൂടെ തള്ളായിരുന്നു. ബിക്കോസ് ഏഷ്യനെറ്റിൻ്റെ പേജിലിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആധികാരികതയും അതിലുണ്ടാവുന്ന ഒരു എന്താ പറയാ ഒരു ട്രാവൽ കൂടെ അതിന് കൂടിയ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. ആൻഡ് താങ്ക് യു. You're telling us of course you guys have two Asianet products. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മള് രണ്ടുപേരും ഇത്രയും brand ആയിട്ട് നിൽക്കുന്നത്. അല്ലല്ല, ഞാൻ ഈ ഒരു അവാർഡ് കിട്ടിയവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഡിജിറ്റൽ എന്ന് പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ഇവർ രണ്ടുപേരും ഞാൻ പറയാൻ ഐ ഡോണ്ട് നോ, ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം Asianet ഉള്ളത് കൊണ്ടാണ് അത്രയും അധികം ഒരു Definitely. that is why me, her, you അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. കാരണം നമ്മൾ നമ്മുടെ ഒരു ചാനൽ തുടങ്ങി, ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷന്റെ ബുദ്ധിമുട്ട്. അപ്പൊ ഞാനൊരു ചാനൽ തുടങ്ങി എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എനിക്കത് പുള്ളി ഇതെടുക്കാൻ പറ്റില്ല. പ്രൊഡക്ഷൻ ആ പെയിനൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ബേസിക്കലി എനിക്കൊരു ബ്രാൻഡ് കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്ന കൊട്ടേഷൻ എടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് താങ്ക് യു വെരി മച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. എന്നെ വിളിച്ചത് ശാന്തനുവാണ്. അപ്പോഴും ഐ വാസ് നോട്ട് ഷുവർ ഞാൻ അങ്ങനെ ഒരു ഡിജിറ്റൽ പേഴ്സൺ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം താങ്ക് യു വെരി മച്ച് ശാന്തനു ഫോർ ഹാവിങ് മീ ഹിയർ. ആൻഡ് രഞ്ജിനി ചേച്ചി, താങ്ക്സ് എ ലോട്ട്. Thank you so much. കൊണ്ട് എന്നെ പറ്റി തള്ളുന്നു ആരെങ്കിലും ഒക്കെ? No worries. മിണ്ടാതിരുന്നപ്പോ എന്നെ പറ്റി 2 വാക്കും കൂടെ പറയാനുണ്ടോ എന്ന് ചോദിച്ചു. No, absolutely. Thank you so much, Anjana. അടുത്ത സീസണില് ബിഗ് ബോസിലെ കാണാം. താങ്ക് യു. താങ്ക് യു. പ്ലീസ് ബി സീറ്റഡ്. അടുത്ത ചേച്ചി ഒന്നും കൂടെ ഞങ്ങൾ ഹോൾഡ് ചെയ്യുകയാണ്. ഷാൽബിൻ വിനയനെ, ഞങ്ങളുടെ ഫൗണ്ടർ ഫോർ ദ മൈൽ സ്റ്റോൺ മേക്കേഴ്സ്, ഷാൽബിനെ ഞാൻ ഒന്ന് വിളിക്കുകയാണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ മോസ്റ്റ് പോപ്പുലർ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് ഷോയാണ് ഷാൽബിൻ ഇവിടെ ഇതാ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഷാൽബിൻ ചേച്ചി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മോസ്റ്റ് പോപ്പുലർ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് ഷോ ആണ് ഇത്. ആര് അനൗൺസ് ചെയ്യും? ചേച്ചി തന്നെ അനൗൺസ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എനി ഗസസ് ചേച്ചി? പോപ്പുലർ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് ഷോ ആണ്. ഡിജിറ്റൽ ഏറ്റവും വൈറലായ പോപ്പുലർ എന്റർടൈൻമെന്റ് ഷോ. ഇത് ഞാൻ അറിഞ്ഞില്ല. That's so stupid if I announce it, but I will do it because I'm very proud. Dazzler Turner most popular digital entertainment show 2025 goes to the green room. The green room ചേച്ചിയുടെ തന്നെ ഷോയ്ക്കാണ്.
ഞങ്ങൾ ഇവിടെ ഇത് അവാർഡ് നൽകുന്നത് ഷാൽബിനാണ് അവാർഡ് കൈമാറുന്നത്. This is more special for me. യെസ്, ഗ്രീൻ റൂം ആണ്. ഗ്രീൻ റൂം ബൈ രഞ്ജിനി ഹരിത. പോപ്പുലർ ഡിജിറ്റൽ എൻറ്റർടൈൻ ഷോ ആയിരുന്നു. ചേച്ചി പറഞ്ഞ പോലെ എനിക്കിത് ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആണ്. കാരണം എൻ്റെ കല്യാണ റിസപ്ഷൻ ചേച്ചിയായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. സോ എനിക്ക് ചേച്ചിക്ക് ഒരു അവാർഡ് തരാൻ പറ്റുക, നമ്മുടെ ചാനലിൽ നിന്നൊരു അവാർഡ് കൊടുക്കാൻ സോ സ്പെഷ്യൽ. സോ യു ആർ റിയലി ഡിസേർവ്. ആൻഡ് ചേച്ചി ഈ പറഞ്ഞ പോലെ വൈകിയാണ് വന്നത്, പക്ഷേ വൈകി വന്നാലും ലേറ്റസ്റ്റ് വന്നാലും അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. സോ അടിപൊളി. Thank you. But I have to say this, like I said, I mean, എനിക്ക് ഇത് കൂടുതൽ സ്പെഷ്യൽ ആണ് because as an anchor ഞാൻ കുറെ വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ എൻകറേജ്മെന്റ്. പക്ഷെ ആദ്യമായി ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു ഷോ പ്രൊഡ്യൂസ് ചെയ്യുക. അതിന്റെ എല്ലാ കാര്യങ്ങളും യു നോ ഹൗ ഇറ്റ് ഈസ്, യുവർ ടീം നോസ് ഹൗ ഇറ്റ് ഈസ്. അത് വളരെ ഡിഫറെന്റ് ആയ ഒരു എൻവയൺമെന്റ് ആണ്. ഇപ്പൊ ഗ്രീൻ റൂം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ കൊച്ചിന് പേരിടുന്ന പോലെ അതിന്റെ പേരിടൽ ചെയ്യുന്നത് മുതൽ യുനോ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷം, ഇതൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഫീലിംഗ്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്, യുനോ, ലൈക്ക് മൈ ചൈൽഡ് ഗോട്ട് an award. But most importantly, ഈ ഒരു ഡിജിറ്റൽ മീഡിയയിലേക്ക് കയറാൻ ഒരു കോൺഫിഡൻസ് നൽകിയത് ഡിജിറ്റൽ മീഡിയയിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന അവിടെ ഇംപ്രസീവായി പെർഫോമൻസ് കാഴ്ചവെച്ച കുറെ പേരാണ്. പ്രേക്ഷകർ എല്ലാവരുമാണ് ആൻഡ് എല്ലാവർക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ് ആവശ്യമാണ്. അതിൽ ചിലത് എനിക്ക് നന്നായി എന്ന് തോന്നും, എനിക്ക് നന്നായി ഇല്ല എന്ന് തോന്നും. മീരയ്ക്ക് അത് വേറെ രീതിയിലായിരിക്കും, ഷെൽബിൻ അത് വേറെ രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ സ്പേസ്. എല്ലാവർക്കും ഉള്ള കോണ്ടന്റ് ഈസ് അവൈലബിൾ ഹിയർ. അപ്പോൾ ദെൻ കുറേ നാൾ ഞാൻ ആലോചിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ദാറ്റ് മീൻസ് maybe I should also try to do what I'm good at. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അതിനി റീച്ചോ ഇല്ലയോ എന്നല്ല ഞാൻ നോക്കുന്നത്. ഒബ്വിയസ്ലി എൻ്റെ ഈ ഒരു ഷോ തുടങ്ങിയിട്ടേ ഉള്ളൂ, 12 എപ്പിസോഡ് ഫസ്റ്റ് സീസൺ വൈൻഡ് അപ്പ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് മില്യൺസോ ഒന്നും ഇല്ല. ബട്ട് ദ ഫാക്ട് ദാറ്റ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ ഇന്ന് accepting an award for the green room means ചെറിയൊരു ഡെന്റ്, ചെറിയൊരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് I'm very grateful for that, and thank you Milestone Makers for acknowledging that. It means a lot to me. In digital logath, like I said, I'm new and I'm learning so much, and the reason I'm learning so much is because of people like all of you. ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് മില്യൺസ് അല്ല, യു ആർ ദ ബെഞ്ച്മാർക്ക് ആൻഡ് യു ആർ ദ ഐഡന്റിറ്റി. സോ ദാറ്റ്സ് ഇനഫ്. Thank you so Thank much. you so much. Dazzler Turner, Best Entertainment Anchor of the Year 2025. Well, a very, very popular figure. Veena Mukundan. Congratulations, Veena. വീണയാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഈ ഒരു കാറ്റഗറിയിലെ വിന്നർ ആയിരിക്കുന്നത്. എങ്ങനെയുണ്ട് അമ്മയായതിനു ശേഷം ഈ ഒരു രംഗത്ത് എന്ത് തോന്നുന്നു? ആയതിനു ശേഷം ഇവിടെ നിൽക്കാൻ തന്നെ ടെൻഷൻ ആവുന്നു. കാരണം 11:30 എന്റെ കൊച്ചിനെ ഇട്ടിട്ട് ഞാൻ 5 വരയ്ക്ക് ഇവിടേക്ക് എത്തിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ തിരക്ക് കൂട്ടായിരുന്നു. എല്ലാവരും പോയി എന്നറിയാം, എല്ലാവർക്കും വിശപ്പുണ്ട്, ടെൻഷനുണ്ട്, വീട്ടിൽ പോകാനുള്ള സമയമായി. അപ്പോഴേ അവാർഡ് തരാനായിട്ട് നിന്ന പിള്ളേരില്ല, ഞങ്ങൾക്ക് 2 പേർക്ക് പിള്ളേരില്ല. ഞാൻ ലേറ്റായി വന്നത് അതുകൊണ്ടാ, ലേറ്റായി നിൽക്കാൻ. ബുദ്ധിപരമായ ഈ കാര്യങ്ങൾ കുറെ അവാർഡ് ദാന ചടങ്ങുകൾ ആങ്കർ ചെയ്തുകൊണ്ട് നമുക്കറിയാം ഓഡിയൻസ് എങ്ങനെ വർക്ക് ചെയ്യും. ബട്ട് കൺഗ്രാറ്റുലേഷൻസ്, ഐ ആം സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച് വീണ. ഓടിച്ചെന്ന് വാവേരെ അടുത്ത് പൊക്കോളൂ. ഓക്കെ, മീരയ്ക്ക് കുഞ്ഞില്ലെന്ന് പറഞ്ഞെങ്കിലും ഭർത്താവ് അവിടെ കരഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഭർത്താവിന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചോണം, ചേച്ചി ലേറ്റ് ആവും. ചേച്ചിക്ക് ഭർത്താവ് കുഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുട്ടി പട്ടി ചട്ടി പട്ടിയുണ്ട്, സോറി തെറ്റിപ്പോയി. കുട്ടി ചട്ടി അതൊന്നുമില്ല. നോ നോ, congratulations to you guys. I mean, I'm sure അതിൻ്റെതായ ഭംഗി ഉണ്ടാവും, പക്ഷെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തോന്നുമ്പം നടക്കുമായിരിക്കും. അതെ അതെ, പ്രായം എങ്ങനെയുണ്ട്? നൈസാണ് മാതൃത്വം. അമ്മേനാണെന്ന് ചോദിച്ചേ. അമ്മേനെ കൊച്ചു പീച്ചായിരുന്നു ഞാൻ. I was such a peach. Thank you so much ചേച്ചി, and thank you so much Meera, and thank you everyone. Dazzler Turner Special Jury Award, Content Interviews, and the winner is Sneha Reggie. സ്നേഹയാണ് വനിതയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നത്. സ്നേഹ, ഓ സ്നേഹ.
സ്നേഹ ഒറ്റ വാക്കിൽ എങ്ങനെ പ്രകടിപ്പിക്കും ഇന്നത്തെ ഈ സന്തോഷം? ഭയങ്കര സന്തോഷം ആൻഡ് താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഫോർ ദിസ് അവാർഡ്. എനിക്കറിയാം എല്ലാവരും ഒരു ലാസ്റ്റ് ലാപ്പിലാണ്, അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോകാൻ തിരക്കുണ്ടെന്ന് അറിയാം. ഒരുപാട് സന്തോഷം ആൻഡ് ഭയങ്കര അഭിമാനം, കാരണം ഞാൻ 23-ലാണ് ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എൻ്റെ ഫസ്റ്റ് അവാർഡാണ്. അപ്പം ഇങ്ങനൊരു അംഗീകാരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഈ ഒരു ജേർണിയിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ ആങ്കേഴ്സിനെ മാത്രം മുമ്പിൽ കാണുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. സോ ഫാമിലി, ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. Dazzler Eterna Viral Couple of the Year 2025. Well, I haven't had an opportunity to have their chai, but it's the chai couple. Congratulations. സോ കേരളത്തിലെ മൊത്തം വൈറലായ ഞങ്ങളുടെ ചായ് കപ്പിളാണ് ഈ ഒരു അവാർഡിന് വൺ മസ്ക ആൻഡ് ഇറാനി ചായ. ഞങ്ങളുടെ വൺ മസ്ക ആൻഡ് ഇറാനി ചായയിലൂടെ ലോകം മൊത്തം വൈറലായ ഞങ്ങളുടെ ചായ് കപ്പിളാണ്. സോ വൺ മസ്ക ആൻഡ് ഇറാനി ചായയിലൂടെ അടുത്ത ഡാസ്ലർ ടേണർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ കൂടി നമുക്ക് നൽകാം. എന്താണ് ഈ ഇറാനി ചായ ബൺ മസ്ക കോമ്പിനേഷൻ, എങ്ങനെ പോകുന്നു? ഇറാനി ചായ അല്ല, സ്പെഷ്യൽ ചായ. സ്പെഷ്യൽ ചായയാണ്, ആളുടെ സ്പെഷ്യൽ ചായ. ആളുടെ സ്പെഷ്യൽ ചായ. ഓക്കെ, എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? അത് നിങ്ങളല്ലേ പറയണ്ടേ? അടിപൊളി. ഞങ്ങള് ആ കോമ്പിനേഷൻ നന്നായിട്ടാണ് ഇപ്പൊ വിളിച്ച് ഞങ്ങൾ അവാർഡൊക്കെ തരുന്നത്. നിങ്ങളെല്ലാരും കഴിക്കാൻ വരണം. തീർച്ചയായിട്ടും. അടുത്ത അവാർഡിലേക്ക് Dazzler Eterna Best New Face Celebrity Interviewer Male, and the winner is Alin Shah. സോ എന്ത് തോന്നുന്നു മൊമെന്റില്? താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ആക്ച്വലി ഈ ട്രോഫിയുടെ വർക്ക്സിനും പേപ്പർ വർക്ക്സിനും ഒക്കെ ഞാനും ഇന്നലെ ഉണ്ടായിരുന്നു മൈൽ സ്റ്റോൺ ഫാമിലിയുടെ കൂടെ. പക്ഷേ ഇതാരും എന്നോട് പറഞ്ഞില്ല, എൻ്റെ പേര് ഇതിലുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ ഫാമിലിക്കും അപ്പുസൈഡിനും ഷാൽബിൻ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു പറയണം. ആൻഡ് ഓൾസോ ഇന്നത്തെ ഈ ഒരു മൊമെന്റ് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത് ഇത് രഞ്ജിനി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളതാണ്. ദ റീസൺ ഇസ് ദാറ്റ് ആങ്കറിങ് ഒരു പ്രൊഫഷൻ ആക്കാം എന്ന് നമ്മളെ പഠിപ്പിച്ചത് രഞ്ജിനി ചേച്ചിയാണ്. ഓക്കെ, സോ താങ്കളെ കണ്ടാണ് നമ്മൾ ഇൻസ്പയർഡ് ആയത്, നമ്മൾ വളർന്നത്. അതായത് ആങ്കറിങ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും തന്നത് ചേച്ചിയാണ്. ആൻഡ് എൻ്റെ ഫസ്റ്റ് റാമ്പ് വർക്ക് എൻ്റെ നെയിം അനൗൺസ് ചെയ്യുന്നത് ചേച്ചിയാണ് IMFയുടെ ഷോയ്ക്ക്. ആൻഡ് എൻ്റെ ഫസ്റ്റ് ആങ്കർ അവാർഡും അനൗൺസ് ചെയ്യുന്നത് ചേച്ചിയാണ്. സോ ഇറ്റ്സ് എ കോൺഫിഡൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മൈൽ സ്റ്റോൺ എല്ലാവർക്കും. ആൻഡ് ഓൾസോ ഐ ജസ്റ്റ് വാണ്ട് ടു ഡെഡിക്കേറ്റ് ദിസ് അവാർഡ് ടു ഓൾ മൈ കൊളീഗ്സ്. ബിക്കോസ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി ഇൻ്റർവ്യൂസ് ചെയ്തു തുടങ്ങിയിട്ട് ഒരു 4-5 months ആവുന്നുള്ളൂ. സോ എല്ലാവരും റിഗാർഡ്ലെസ് ഓഫ് ഡിജിറ്റൽ മീഡിയ ചാനൽസ്, എല്ലാ ചാനൽസിൽ നിന്നും എനിക്ക് കിട്ടിയ സപ്പോർട്ട്സ് വളരെ ഭയങ്കരമാണ്. കാരണം ഓരോ മൂവി പ്രൊമോഷൻസിന് പോകുമ്പോഴും ഇപ്പോൾ റോഹൻ ഇവിടെ ഉണ്ട്, ഷിജിന, ഒരുപാട് ആൾക്കാരുണ്ട്, ഗദാഫി. സോ എല്ലാവരും വളരെ റിസീവിംഗ് ആയിരുന്നു, വളരെ കൺസിഡറിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ഒരു ഔട്ട്സൈഡർ ആയിട്ട് കണ്ടിട്ടില്ല. സോ എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അലിൻ, താങ്ക് യു. ഒരു അവാർഡും കൂടി ചേച്ചി നൽകാനുണ്ട്. താങ്ക് യു സോ മച്ച്. The next category is Dazzler Eterna Best Video Editor 2025. Christmas Dhamaka 80 Milestone Makers in the show and exemplary Akia editor Mujib Rahman. Congratulations, Mujib. മുജീബ്, കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തതിൽ ഏറ്റവും ഡിഫിക്കൽട്ടി ആയിട്ട് അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഏതായിരുന്നു? ഏത് പ്രോഗ്രാം ആയിരുന്നു? എനിക്ക് അങ്ങനെ ചലഞ്ചിങ് അങ്ങനെയൊന്നും ഇല്ല. Okay. ഇല്ല. കാരണം അതിന് കാരണം വേറൊന്നുമല്ല, അപ്പുച്ചേട്ടനാണ് എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് നല്ല രീതിയിൽ നിന്നിട്ടുള്ളത്. എന്തൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും അപ്പുച്ചേട്ടൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. അതിനെ കൊണ്ട് തന്നെ ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്കൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ബിഹൈൻഡ് ദ സീൻസ് ഹീറോ എന്ന കാറ്റഗറിയാണ് ഞങ്ങളുടെ ബിജു ആണ് ഞങ്ങളുടെ ഹീറോ ഓഫ് ദ ബിഹൈൻഡ് ദ സീൻസ് അവാർഡ്.
സന്തോഷമുണ്ടോ ബിജോ? അതെ ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. ഹാപ്പിയാണ്. ഹാപ്പിയാണ്, എന്ത് തോന്നുന്നു ഞങ്ങളുടെ മൊത്തം സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട്? എന്നാ അടിപൊളിയാന്ന് തോന്നുന്നു. അടിപൊളിയാണ്. ഓക്കെ, സൂപ്പർ. സൂപ്പർ.